ഇന്ന് ഞാനിവിടെ ഉരുളൻകിഴങ്ങും വഴുതനങ്ങയും ചേർന്നുള്ള ഒരു ഡിഷാണ് തയ്യാറാക്കുന്നത്. ഇതിനായി ഞാനൊരു ഉരുളൻകിഴങ്ങും 3 വഴുതനങ്ങയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നീളനെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഓയിലിലിട്ടൊന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ ആദ്യം ഉരുളൻകിഴങ്ങ് ഓയിലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതേ ഓയിലിലേക്ക് ഇനി നമുക്ക് വഴുതനങ്ങ കൂടി ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊന്ന് ഓയിലിൽ നിന്ന് മാറ്റാം. അതിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് പച്ചമുളകും സവാളയും കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും നല്ല ജീരകം ചതച്ചതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പകുതി തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി ഒന്ന് വെന്ത് ഇതേപോലെ ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയും ഉരുളൻകിഴങ്ങും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി കസ്തൂരി മെത്തിയും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മസാല ഒന്ന് ഉരുളൻകിഴങ്ങിലും വഴുതനങ്ങയിലും പിടിക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് എണ്ണ തെളിയുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഉരുളൻകിഴങ്ങും വഴുതനയും ചേർന്നുള്ള നോർത്ത് ഇന്ത്യൻ ഡിഷായ ആലു ബാങ്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും വൈറ്റ് റൈസിൻ്റെ കൂടെയും എല്ലാം നല്ല കോമ്പിനേഷനാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്